എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസമ്മ ടീച്ചർ പെരിന്തൽമണ്ണ. കഴിഞ്ഞ ദിവസം പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയേണ്ട ചില മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിസൈഡിംഗ് ഓഫീസറും മറ്റ് ഉദ്യോഗസ്ഥന്മാരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിനം മുതൽ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണൽ ദിനം വരെയും ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിന് വിഘാതം വരുത്തിയാൽ അവർ കേരള പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരവും കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരവും ശിക്ഷ അനുഭവിക്കും എന്നുകൂടി അറിയുക. ഇലക്ഷൻ്റെ രഹസ്യ സ്വഭാവവും പവിത്രതയും കാത്തുസൂക്ഷിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർമാർ ബാധ്യസ്ഥരാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് EVM ആണ്. EVMന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ട്. കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ ബാലറ്റിംഗ് യൂണിറ്റും. ഏതെങ്കിലും EVM പ്രവർത്തനക്ഷമമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം അത് ROയെ തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. EVM ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കൺട്രോൾ യൂണിറ്റും ബാലറ്റിംഗ് യൂണിറ്റും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിക്കരുത്. ചൂടുള്ള വസ്തുക്കളുടെ അടുത്ത് ഇവ വയ്ക്കരുത്. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള പവർ ബോക്സ് ഇളക്കിയെടുക്കരുത്. അതുപോലെ അതിനെ ചുറ്റിയിരിക്കുന്ന ട്രിപ്പ് സീലും ഊരിയെടുക്കാൻ ശ്രമിക്കരുത്. ഏതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് വോട്ടറെ തിരിച്ചറിയേണ്ടത്. വോട്ടറുടെ പേര് ഉറക്കെ പറയുകയും ഇടത് മൂലയിൽ നിന്നും വലത് മൂല വരെ ഒരു ചുവന്ന മഷിക്ക് വരയ്ക്കുകയും ചെയ്യുക. തുടർന്ന് ഫീമെയിൽ ആണെങ്കിൽ ക്രമൻ നമ്പറിന് ചുറ്റും ഒരു ചെറിയ റൗണ്ട് ഇടേണ്ടത് ആവശ്യമാണ്. ഇനി ട്രാൻസ്ജെൻഡർ ആണെങ്കിലോ ക്രമൻ നമ്പറിനടുത്ത് T എന്ന അക്ഷരം എഴുതുകയും ചെയ്യുക. ബൂത്തിൽ ഹാജരാക്കേണ്ട തിരിച്ചറിയൽ രേഖകൾ ഏതെല്ലാമാണ്? ഫോട്ടോ പതിച്ച SLC ബുക്ക്, ദേശസാൽകൃത ബാങ്കിൽ 6 മാസം മുമ്പുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സർക്കാർ നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്. ഇതെല്ലാമാണ് ബൂത്തിൽ ഹാജരാക്കേണ്ട തിരിച്ചറിയൽ രേഖകൾ. രണ്ടാം പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മായ്ക്കാനാവാത്ത മഷിയുടെയും ഫോം നമ്പർ 21A അതായത് വോട്ടേഴ്സ് രജിസ്റ്ററിൻ്റെയും പൂർണ്ണ ചുമതല രണ്ടാം പോളിംഗ് ഓഫീസർക്കാണ്. അതുപോലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതും അദ്ദേഹം തന്നെയാണ്. മഷി പുരട്ടിയാൽ ഉടനെ തന്നെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ക്രമ നമ്പർ എഴുതി അവരെ കൊണ്ട് ഒപ്പുവെപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പുവെച്ച വോട്ടർക്ക് സ്ലിപ്പ് നൽകുന്നതും രണ്ടാം പോളിംഗ് ഓഫീസറാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചലഞ്ച് വോട്ട് എന്നാൽ എന്ത്? യഥാർത്ഥ വോട്ടർ അല്ലെന്ന് ഏജൻറ്റ് തർക്കം ഉന്നയിച്ചാൽ 10 രൂപ ചലഞ്ച് ഫീ ആയി ഏജൻറ്റ് കെട്ടിവെക്കണം. പണം കൈപ്പറ്റിയതിന് പ്രിസൈഡിംഗ് ഓഫീസർ രസീതി നൽകുകയും ചെയ്യണം. തുടർന്ന് ആൾമാറാട്ടം നടത്തിയാലുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് വോട്ടറോട് പറയുക. വോട്ടറെ അധിക്ഷേപിക്കാതെ യഥാർത്ഥ ആളാണോ എന്ന് മനസ്സിലാകാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുക. ഫോറം 21 വോട്ടറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി ഒപ്പോ തള്ളവിരൽ അടയാളമോ പതിക്കാൻ പറയുക. ഇനി യഥാർത്ഥ വോട്ടറാണെന്ന് തെളിഞ്ഞാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുക. യഥാർത്ഥ വോട്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലീസിന് കൈമാറുകയും ചെയ്യുക. അടുത്തത് റിഫ്യൂസ്ഡ് വോട്ട് എന്താണെന്ന് നോക്കാം. ഒരു വോട്ടർ ബൂത്തിലെത്തി വോട്ട് ചെയ്യാനുള്ള എല്ലാ പ്രൊസീഡിങ്സും ചെയ്തതിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസറോട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ നമുക്ക് 21A വോട്ടേഴ്സ് രജിസ്റ്ററിൽ അതിൻ്റെ റിമാർക്ക് കോളത്തിൽ വിവരങ്ങൾ എഴുതി ആ വോട്ടറെ പോകാൻ അനുവദിക്കാവുന്നതാണ്. അടുത്തത് ടെൻഡർ വോട്ട് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താനാണ് ആ പ്രത്യേക സമ്മതിദായകനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ അയാളുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ചപ്പോൾ നിജസ്ഥിതി ബോധ്യപ്പെടുന്നു. അപ്പോൾ ഫോം നമ്പർ 21Bയിൽ അയാളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ ഒപ്പ് വിരലടയാളം വയ്ക്കുക. ടെൻഡേഡ് ബാലറ്റിന് പുറകിലായി താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. അതിനുശേഷം ടെൻഡേഡ് ബാലറ്റ് പേപ്പർ വോട്ടർക്ക് നൽകുക. ആരോ ക്രോസ് മാർക്ക് സീൽ ഉപയോഗിച്ച് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ പറയുക. വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ പ്രിസൈഡിംഗ് ഓഫീസർ
ടെൻഡേഡ് ബാലറ്റ് കവറിലാണ് സൂക്ഷിക്കേണ്ടത്. അടുത്തതായി അന്ധരുടെയും അവശരുടെയും വോട്ടിംഗ് എങ്ങനെയെന്ന് നോക്കാം. അന്ധത മൂലമോ മറ്റ് ശാരീരിക അവശത മൂലമോ ഒരു സമ്മതിദായകന് ബാലറ്റ് ലേബലിലെ ചിഹ്നങ്ങൾ തിരിച്ചറിയുന്നതിനോ അതിന് നേരെയുള്ള ബട്ടൺ അമർത്തുന്നതിനോ പരസഹായം കൂടാതെ സാധ്യമല്ലെന്ന് ബോധ്യം വരുന്ന പക്ഷം അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചും വോട്ട് രേഖപ്പെടുത്തുന്നതിന് 18 വയസ്സിൽ കുറയാത്ത ഒരാളെ സഹായിയായിട്ട് ഒപ്പം കമ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതാണ്. എന്നാൽ ഇദ്ദേഹം ഇതേ ദിവസം മറ്റൊരു സമ്മതിദായകരുടെയും സഹായിയായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമ്മതിദായകൻ്റെ സഹായിയായി താൻ പ്രവർത്തിച്ചിട്ടില്ലെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം അനുബന്ധം 7 നൽകിയിട്ടുള്ള മാതൃകയിൽ വാങ്ങിവെക്കേണ്ടതും ആവശ്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ കേസുകളുടെയും രേഖ 22-ാം നമ്പർ ഫോറത്തിൽ സൂക്ഷിക്കേണ്ടതും ഈ ഫോറം പ്രഖ്യാപനങ്ങളോടൊപ്പം 2ാമത്തെ പാക്കറ്റിൽ ചേർത്ത് വാരണാധികാരിക്ക് അയച്ചു കൊടുക്കേണ്ടതുമാണ്. അടുത്തത് ബ്രെയിലി ലിപിയാണ്. ബ്രെയിലി ലിപി പരിശീലനം ലഭിച്ചിട്ടുള്ള സമ്മതിദായകർ അവർക്ക് സ്വയം വോട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ബാലറ്റിംഗ് യൂണിറ്റിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ബാലറ്റിംഗ് യൂണിറ്റിലെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾക്കടുത്തായിട്ട് ബ്രെയിലി ലിപിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ധരായ വോട്ടേഴ്സിനോട് പ്രിസൈഡിംഗ് ഓഫീസർമാർ ബ്രെയിലി ലിപിയെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം സ്ഥാനാർത്ഥികളുടെ പേര്, ക്രമനമ്പർ, അവരുടെ ചിഹ്നം എന്നിവ ഉറക്കെ വായിച്ചു കേൾപ്പിക്കേണ്ടതും പ്രിസൈഡിംഗ് ഓഫീസറുടെ കടമയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം 3 മണിക്ക് ശേഷം കോവിഡ് ബാധിതനാകുകയോ ക്വാറന്റൈനിലാകുകയോ ചെയ്തൊരു വ്യക്തിക്ക് DHOൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ അദ്ദേഹത്തിനും പ്രിസൈഡിംഗ് ഓഫീസറെ നേരത്തെ അറിയിച്ചതിന് ശേഷം ബൂത്തിലെത്തി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ സാധാരണ വോട്ടേഴ്സ് 6 മണി വരെ വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് ബൂത്തിലേക്ക് പ്രവേശനമുണ്ടാവുള്ളൂ. ഈ സമയത്ത് പോളിംഗ് ഉദ്യോഗസ്ഥർ PPE കിറ്റ് ധരിക്കുകയും വോട്ടിങ്ങിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അറിയേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടാകാം എന്നെനിക്കറിയാം. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ എഴുതുക, ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെയും നിങ്ങൾക്ക് നല്ലൊരു ഇലക്ഷൻ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.